അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, നേരത്തെ രാംകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ജുഡീഷ്യറിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന നിരവധി സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. നോക്കൂ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നാണല്ലോ വെപ്പ്. പക്ഷേ അത് ജഡ്ജിമാർക്ക് ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം, നമ്മുടെ നിയമനീതിന്യായ സംവിധാനം, അതൊരു പൊളിച്ചെഴുത്തിന് വിധേയമാക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ രാംകുമാർ സാർ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ നിയമനീതിന്യായ സംവിധാനം. ആ സംവിധാനത്തിനുള്ളിലാണ് ഇന്ന് പുഴുക്കുത്തുകൾ വീണിരിക്കുന്നതും ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരിക്കുന്നതും. ഇപ്പോൾ നേരത്തെ ഞാൻ അദ്ദേഹം സൂചിപ്പിച്ചതുമായ വീരസ്വാമി കേസ്, ഇന്ന് ബഹുമാനായ ഉപരാഷ്ട്രപതി പറഞ്ഞത് ആ വിധിന്യായം പൊളിച്ചെഴുതണമെന്നാണ്. കാരണം ആ കേസിലാണ് സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാരുടെ ബെഞ്ച് ഇത്തരത്തിലൊരു വിഷയം വന്നു കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അനുമതി വേണമെന്ന തരത്തിൽ വിധിന്യായം പുറപ്പെടുവിച്ചത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് തടസ്സം അല്ലെങ്കിൽ മടി കാണിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി പറഞ്ഞത് ആ വിധിന്യായം പൊളിച്ചെഴുതണം. ജഡ്ജിമാർ അവർക്കിഷ്ടപ്പെട്ട തരത്തിലൊരു ലാവണം വളച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ വിഷയം മാത്രമല്ല, നേരത്തെ രാംകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ പുറത്തു വന്നതും പുറത്തു വരാത്തതുമായ നിരവധി വിഷയങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തമിഴ്നാട്ടിലെ ഗവർണറുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാരിൻ്റെ കേസ് സുപ്രീം കോടതി അധികാരത്തിൻ്റെ പുറത്താണ് ഭരണഘടന കൽപ്പിച്ച് നൽകാത്തൊരു അധികാരം എടുത്ത് ബലപ്രയോഗത്തിലൂടെ എടുക്കുകയാണ്. ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം പരമാധികാരികളെന്നൊരു ധാരണയിൽ. അതുകൊണ്ടാണ് രാഷ്ട്രപതി ചോദിച്ച 14 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം ഭരണഘടനാ ദത്തമല്ലാത്ത ഇത്തരത്തിലുള്ളൊരു അധികാരം കൈയാളിതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നതാണ് ആ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യം. ഇവിടെ ജനങ്ങളാണ് പരമാധികാരികളെന്ന് പറയുന്ന സമയത്ത് ആ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി എല്ലാവർക്കും ഭരണഘടനാദത്തമായ അധികാരങ്ങൾ, അവകാശങ്ങൾ കൈയാളുന്ന എല്ലാവർക്കുമുണ്ട്. അതാണ് ഇന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞ ഒരു വാക്ക് അക്കൗണ്ടബിലിറ്റിയെ സംബന്ധിച്ചിട്ടാണ്. ഇവിടെ നമ്മുടെ ഇപ്പോൾ രാംകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാർ, MP-മാർ, MLA-മാർ അവരൊക്കെ അഴിമതി നടത്തിയാൽ അല്ലെങ്കിൽ തെറ്റു ചെയ്താൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുവാൻ, നടപടിയെടുക്കുവാനുള്ള ഒരു സംവിധാനമുണ്ട് ഇവിടെ. അത്തരത്തിലൊരു സംവിധാനത്തിന് ഒരു കാലതാമസം ഉണ്ടായാൽ അതിൻ്റെ പേരിൽ നമുക്കറിയാം, പലപ്പോഴും പല കേസുകളും കോടതികളിൽ വരുന്ന സമയത്ത് ജഡ്ജിമാർ ബെഞ്ചിലിരുന്നു കൊണ്ട് പറയുന്ന ആ കമൻറ്റുകൾ പലപ്പോഴും മാധ്യമങ്ങൾ വലിയ ആഘോഷങ്ങളാക്കാറുണ്ട്. സത്യത്തിൽ ആ കമൻറ്റ് പറയുന്നത് ഗാലറിക്ക് വേണ്ടി കളിക്കുക എന്ന് പറയും. അത്തരത്തിലൊരു കളി നടത്താറുണ്ട്. പക്ഷേ അവരുടെ സ്വന്തം കാര്യം വരുന്ന സമയത്ത് ഇതൊക്കെ മറക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കണ്ടുവരുന്നൊരു വസ്തുത. അവരുടെ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടേതായ ഒരു ലോകം വളച്ചെടുക്കുകയാണ്. അവർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കൽപ്പിച്ചു നൽകിയ അവകാശം, ആ അവകാശം വിനിയോഗിക്കുന്ന സമയത്ത് ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട്, ഭരണഘടനയിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുമ്പോൾ രാംകുമാർ സാറ് പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു ഹൈവേ കൊള്ളക്കാരനും അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി അഭിഭാഷകനും ഒരു തെറ്റ് ചെയ്താൽ രണ്ടുപേർക്കും ഒരുപോലെയാണ് നിയമം എന്ന് പറയുന്ന പോലെ ഭാരതത്തിൽ ആര് എന്ത് തെറ്റ് ചെയ്താലും നിയമം എല്ലാവർക്കും തുല്യമാണ്. ചില ആൾക്കാർക്ക് ചില പരിരക്ഷ നിയമത്തിൽ കൽപ്പിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ അവർ വഹിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തമ ബോധ്യത്തോടുകൂടി ആ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ സമയത്താണ് ചില പരിരക്ഷകൾ കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ അല്ലാതെ വരുന്ന സമയത്തും അത്തരത്തിലുള്ള പരിരക്ഷ ആവശ്യപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ നീതികേടാണ്. നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൽ, നീതിന്യായ സംവിധാനത്തിൽ ഒരു പൊളിച്ചെഴുത്ത്, ഞാൻ അക്കൗണ്ടബിലിറ്റിയെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഈ പൊളിച്ചെഴുത്ത് വരുന്നത് അവിടെയാണ്. ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണെങ്കിൽ, ജനങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്ന് എല്ലാവരും, അത് ജുഡീഷ്യറി ആണെങ്കിൽ മറ്റാരാണെങ്കിൽ പോലും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഭയലേശമന്യേ തുറന്ന അഭിപ്രായം പറയുന്ന, കാരണം അദ്ദേഹം സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്നു, രാജ്യസഭ MP ആയിരുന്നു, ഗവർണറായിരുന്നു.
അദ്ദേഹത്തിന് അത് പറയാനുള്ള കരുത്തുണ്ട്. ആ ആർജവം സത്യത്തിൽ ജുഡീഷ്യറിയിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ജുഡീഷ്യറിയെ കുറ്റപ്പെടുത്താനോ അതല്ലെങ്കിൽ ജുഡീഷ്യറിയെ സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കാനോ അല്ല, മറിച്ച് ഇന്ത്യൻ നീതിന്യായ സംവിധാനം ലോകത്തെ ഏറ്റവും മഹത്തരമായ സംവിധാനമായി നിലനിൽക്കണം എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ജനങ്ങളുടെ ആഗ്രഹമാണ് ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിയിലൂടെ പ്രതിഫലിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ജുഡീഷ്യറിയെ വിമർശിച്ചതിന് ഉപരാഷ്ട്രപതിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് പോയതൊരു മലയാളി അഭിഭാഷകനാണ്. അത് കഴിഞ്ഞ ദിവസം അത് തള്ളുകയും ചെയ്തു. അല്ല, സ്വാഭാവികമാണ്. രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് ആൾക്കാർ ഇത്തരത്തിലുള്ളത് പലതും ചെയ്യാറുണ്ട്. ഉപരാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറയുന്ന വാക്കുകൾക്ക് അദ്ദേഹം വളരെ കൃത്യമായി അളന്നു മുറിച്ച് അഭിപ്രായം പറയുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയം ഉണ്ടാവില്ല. അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം. ഒരു കേസ് ഫയൽ ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പ്രശസ്തി നേടാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അത്രയേ ഉള്ളൂ.